പ്രിയപ്പെട്ടവരെ, പഴയ നിയമം എന്താണ് നിങ്ങൾക്കറിയാമോ? അതായത് ദൈവം മോശ മുഖാന്തരം ന്യായപ്രമാണം കൊടുത്തു. മോഹിക്കരുത്, വ്യഭിചാരം ചെയ്യല്, മോഷ്ടിക്കല്, കൊലപാതകം ചെയ്യല്, ഇങ്ങനെ ഇത്യാദി നിയമങ്ങൾ ദൈവം കൊടുത്തപ്പോഴേ ആ നിയമത്തിന് മുമ്പിൽ മനുഷ്യൻ പരാജയപ്പെട്ടു പോയി. ആ പഴയ നിയമം മനുഷ്യനെ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുപോകാനാണ് പ്രിയരെ. ആ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ വിശുദ്ധിയും നമ്മുടെ പാപങ്ങളെയും വെളിപ്പെടുത്തി കൊടുക്കാനാണ് പഴയ നിയമ പുസ്തകം കൊടുത്തത്. ആ നിയമത്തിൽ ഇരിക്കുന്നവരെല്ലാവരും ദുഃഖിതരാണ്. അവർ നന്മ ചെയ്യുവാൻ ആശിച്ചാലും തിന്മ മാത്രമേ ഉള്ളൂ എന്ന് കണ്ടെത്തി, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യന് ഈ മരണകരമായിരിക്കുന്ന ശരീരത്തിൽ നിന്ന് ആർ വിടുവിക്കും എന്നുള്ള നിലവിളി അവരിന്നുണ്ടായപ്പോൾ ഇതാ ദൈവം പറഞ്ഞു, ഇതാ നിങ്ങളുടെ രക്ഷിതാവായിരിക്കുന്ന കർത്താവിനെ, സൗജന്യമായിട്ട് നിന്നെ നീതീകരിക്കുന്നവനെ, നിന്റെ എണ്ണമില്ലാത്ത പാപങ്ങളെ കഴുകുന്ന നിന്റെ ഏകരക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ ലോകത്തിലേക്ക് അയക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. അതേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ന്യായപ്രമാണത്താൽ പഴയ നിയമത്തിന് സാധിക്കാത്തതിനെ സാധിപ്പാനാണ് ക്രിസ്തു വന്നത്. ഈ പഴയ നിയമം വന്നിട്ടല്ലാതെ ക്രിസ്തുവിന് മരിക്കുവാൻ കഴിയുമായിരുന്നില്ല. ദൈവത്തിന്റെ നിയമപുസ്തകത്തിൽ പാപത്തിന്റെ ശമ്പളം മരണമെന്നുള്ള ഈ നിയമപുസ്തകം വെളിയിൽ വന്നിട്ടല്ലാതെ, മോശ മുഖാന്തരം നമുക്ക് തന്നിട്ടല്ലാതെ, ആ പുസ്തകത്തിൽ എഴുതപ്പെട്ട പ്രമാണത്തിനൊത്തവണ്ണമാണ് ക്രിസ്തു മരിക്കേണ്ടി വന്നത്. വിശദീകരിക്കാൻ പോയ പ്രസംഗം നീളും. അങ്ങനെ ആ പുതിയ നിയമം ഏത് പാപിക്കും സൗജന്യമായിട്ട് ദൈവത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള നീതീകരണം, അത് പുതിയ നിയമമാണ്. ആ യേശു ക്രിസ്തുവിന്റെ രക്തമാണ് പുതിയ നിയമത്തിന്റെ ഉടമ്പടി പ്രിയരെ. ആ രക്തത്തിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും സൗജന്യമായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുക്കലേക്ക് പ്രവേശിപ്പാൻ കഴിയും. എന്നാൽ യേശു ക്രിസ്തു മരിക്കുമ്പോഴേ ആ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു എന്ന് മാത്രമല്ല, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറക്കപ്പെട്ടു, അനേക വിശുദ്ധന്മാർ എഴുന്നേറ്റ് വന്നു. എന്തുകൊണ്ട്? അന്നുവരെ മരണത്തിന്റെ അധികാരിയായിരുന്ന സാത്താനെ തകർത്ത് കളഞ്ഞത് യേശു ക്രിസ്തുവിന്റെ ക്രൂശമരണമാണ്. ഇന്ന് ഞങ്ങൾ പറയുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സാത്താന്റെ മേൽ ജയമുള്ളൂ പ്രിയരെ. ഞങ്ങൾക്ക് ആ വിചാരത്തെ ഭയമില്ല, അതിന്റെ എല്ലാം മേൽ ഞങ്ങൾക്ക് ജയം തന്നിരിക്കുന്നത്. ഇന്ന് രാഹുകാലം ഞങ്ങളുടെ മേൽ അധികാരമില്ല, ഇന്ന് ചന്ദ്രനോ കേതുവിനോ ഞങ്ങളുടെ മേൽ അധികാരമില്ല പ്രിയരെ. എവിടെയും ഞങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം എന്താണ്? ആ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ അവനെ പറ്റി ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും സർവായുധവർഗം വെപ്പിച്ച് അതിന്മേൽ ജയോത്സവം കൊണ്ടാടി, അതിന്മേൽ അവനെന്താണ് ജയോത്സവം കൊണ്ടാടിയിരിക്കുന്നതിനെ പരസ്യമായിരിക്കുന്ന കാഴ്ചയാക്കി വെച്ചിരിക്കുന്നു. ആ യേശു ക്രിസ്തു മരിച്ചു, ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ആ യേശു ക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി. നിങ്ങളത് അറിയുന്നുള്ളൂ. യേശു ക്രിസ്തു സാത്താനെ തകർത്ത് കളഞ്ഞവന്, ആ സാത്താനെ ചങ്ങലകളിൽ ബന്ധിച്ചിട്ട് 1000 വർഷം ഭൂമി സമാധാനം കൊണ്ട് നിറയേണ്ടതിനായിട്ട് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങളുടെ പാപമുഖാന്തരം തടസ്സമായെങ്കിൽ അവൻ വിശുദ്ധരിൽ അതിവിശുദ്ധനാണ് പ്രിയരെ. നിങ്ങൾക്ക് അതിനെ അവരെ തടസ്സം വരുന്നുവെങ്കിൽ അവൻ സകല ജാതി മതസ്ഥരോടും വിശേഷാൽ ക്രിസ്തീയ മതവിശ്വാസികളോടും ക്രിസ്തീയ മതപുരോഹിതന്മാരും ഉൾപ്പെടെയുള്ള സകല പുരോഹിത വർഗത്തോടും ഉൾപ്പെടെ കൽപ്പിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്ത് വഞ്ചനയും പഠിപ്പിക്കാം, എന്ത് വചനയിലും വിശ്വസിക്കാം. എന്നാൽ നമ്മൾ ഒരു ദിവസം മരിക്കും. മരിച്ചതിന് ശേഷം യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കുന്ന ദിവസം നമ്മൾ നരകാഗ്നിയിലേക്ക് പോകാതിരിക്കേണ്ടതിനാണ് ദൈവം ഞങ്ങളെ അയച്ചിരിക്കുന്നത്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ആ ഒരു നാൾ നമ്മൾ മരിക്കുന്നതിന് മുമ്പ്, യേശു ക്രിസ്തു മടങ്ങി വരുന്നതിന് മുമ്പ് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് തിരിയുവാൻ അവൻ സകല ജാതികളോടും കൽപ്പിക്കുന്നു. മാനസാന്തരം എന്ന് പറഞ്ഞാൽ പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും പൗരോഹിത്യങ്ങളും തള്ളി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനും ആരാധ്യ പുരുഷനുമായിട്ട് സ്വീകരിക്കുന്നതാണ്. അതിനുശേഷമാണ് സ്നാനം ഏൽക്കുന്നത്. അതിനെപ്പറ്റി ഇവിടെ ഇപ്പൊ പറയേണ്ട കാര്യമില്ല. എന്നാൽ അങ്ങനെ വിശ്വസിക്കുന്നവർ ഒന്നിച്ചു ചേർന്ന് ആ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്നു. നാളെ യേശു ക്രിസ്തു മടങ്ങി വരും. നമ്മൾ ദ്രവിച്ചു പോകുന്ന ശരീരം മാറ്റി നമ്മൾ മരണമില്ലാത്തവരായിട്ട് അവനോടുകൂടെ 1000 വർഷം ഈ ഭൂമി വാഴുവാനായിട്ട് മടങ്ങി വരികയും ചെയ്യും. ശേഷം ലോകം അവസാനിക്കും. നമ്മൾ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ നമ്മൾ ഇതിനെ തള്ളി നമ്മുടെ മതഭക്തിയിലും ഉന്നത പാപത്തിലും നഗ്നഹൃദയത്തിലും പാപിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ രക്തം കൂടാതെയാണ് മരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. അയ്യോ, ഞങ്ങൾ കണ്ണുനീരോട്, നിലവിളിയോട്, ദുഃഖത്തോട് ഞങ്ങളോട് കാര്യം വിളിച്ച് പറയാം. അയ്യോ, നമ്മൾ പാപിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ രക്തമില്ലാതാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നാണ് യേശു ക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ ഇന്നേക്ക് 1000 ആണ്ട് തികയുന്ന ലോകം അവസാനിക്കും. അന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ച എല്ലാ ജാതി മതസ്ഥരും കല്ലറുകളെ വിട്ട് എഴുന്നേറ്റ് വരും. യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കും. തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവൻ നമ്മളെ നരകാഗ്നിയിലേക്ക് തള്ളിക്കളഞ്ഞാൽ എത്ര കോടി വർഷം കഴിഞ്ഞാലും തീർന്നു പോകാത്ത നരകാഗ്നിയിലേക്ക് എത്തേണ്ടതാണ്, ഇൻഫിനിറ്റിയാണ് പ്രിയരെ. അയ്യോ, അത് ഓർക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് നടുക്കമുണ്ടാകുന്നു. ഞങ്ങളെ ഓർത്തെല്ലാം നിങ്ങളെ ഓർത്താണ്. ആ നരകവിധിയിലേക്ക് നമ്മൾ വീഴുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാത്ത ഭയങ്കരമായിരിക്കുന്ന തീച്ചുളയിൽ നമ്മളെ വീണ്ടെടുക്കുവാൻ യേശു ക്രിസ്തു നിന്റെ നരകവിധിയുടെ ശിക്ഷ മുഴുവനും ആ കാൽവറി ക്രൂശിൽ അനുഭവിച്ചുവെങ്കിൽ അതിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിനെ അംഗീകരിച്ച് ഈ ഭൂമിയിൽ സമാധാനമുള്ളവരായിട്ട് മരിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നു കൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് പ്രസംഗം നിർത്തുന്നു. കേട്ട തദ്ദേശവാസികളായിരിക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.